അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 24-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദിവസവും 5 നേരം നമ്മൾ ചെയ്യുന്ന, എന്നാൽ പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ സുഖം അറിയാതെ പോകുന്ന ഒരു വലിയൊരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് നമസ്കാരം അഥവാ സ്വലാത്ത്. നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദുനിയാവിലെ എല്ലാ ചിന്തകളും വരാറുണ്ടാകാം. അപ്പോഴാണ് നമസ്കാരം ഒരു ഭാരമായി തോന്നുന്നത്. എന്നാൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഖുശൂവോട് കൂടി ചെയ്യുന്ന ഒരു നമസ്കാരത്തിന് ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ സകല സ്ട്രെസ്സും ഡിപ്രഷനും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നമസ്കാരം എന്നത് വെറുമൊരു ശാരീരിക ചലനമല്ല, അത് ആത്മാവിനുള്ള ഒരു ധ്യാനമാണ്. നമസ്കാരത്തിൽ എങ്ങനെ ശ്രദ്ധ അഥവാ ഫോക്കസ് നിലനിർത്താമെന്നും അതിലൂടെ മനസ്സിന് പരമമായ ശാന്തത എങ്ങനെ നേടാമെന്നും 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി നമസ്കാരത്തിൻ്റെ സൈക്കോളജിയും പ്രവാചകചര്യയും. ആധുനിക മനഃശാസ്ത്രം ഇന്ന് പറയുന്ന മൈൻഡ്ഫുൾനെസ് അഥവാ പൂർണ്ണമായും ആ നിമിഷത്തിൽ ജീവിക്കുക എന്ന അവസ്ഥ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമസ്കാരത്തിലൂടെ ഇസ്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിലെ അനാവശ്യ ചിന്തകളെല്ലാം ഇല്ലാതാകുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വലിയ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അവിടുന്ന്, ഓ ബിലാൽ, ഒന്ന് ബാങ്ക് വിളിക്കൂ, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കട്ടെ, ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് പ്രവാചകന് ഏറ്റവും വലിയ റിലാക്സേഷൻ ലഭിച്ചിരുന്നത് നമസ്കാരത്തിൽ നിന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ വിജയികളായ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണവർ, ശ്രദ്ധയുള്ളവരാണവർ എന്നാണ്. ഇനി നമസ്കാരത്തിൽ ശ്രദ്ധയും സമാധാനവും കൂട്ടാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് വുളൂയിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത്. നമസ്കാരത്തിൻ്റെ ശാന്തത തുടങ്ങുന്നത് വുളൂ ചെയ്യുമ്പോഴാണ്. വേഗത്തിൽ വെള്ളമൊഴിച്ച് തീർക്കാത്ത ഓരോ അവയവവും കഴുകുമ്പോഴും എൻ്റെ എല്ലാ പാപങ്ങളും ഇതിലൂടെ കൊഴിഞ്ഞു പോവുകയാണ് എന്നുള്ള ഒരു ചിന്ത, ഇത് നമസ്കാരത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, അർത്ഥം മനസ്സിലാക്കുക. നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഫാത്തിഹ സൂറത്തിൻ്റെയും മറ്റ് ദിക്റുകളുടെയും അർത്ഥം എന്താണെന്ന് ദയവായി പഠിക്കുക. നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ബ്രെയിൻ അനാവശ്യമായ ചിന്തകളിലേക്ക് പോകില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ശാന്തമായി നമസ്കരിക്കുക. നമസ്കാരത്തിൽ ഒട്ടും ധൃതി കൂട്ടരുത്. വളരെ വേഗത്തിൽ റുക്കുവും സുജൂദും ചെയ്തു തീർക്കുന്ന രീതി മാറ്റുക. ഓരോ ചലനത്തിലും കുറച്ച് സെക്കൻഡുകൾ ശാന്തമായി നിൽക്കുക. സുജൂദിലാണ് ഒരു ദാസൻ അള്ളാഹുവോട് ഏറ്റവും അടുക്കുന്നതായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ സുജൂദിൽ കൂടുതൽ സമയം കിടക്കുക. ഇനി നാലാമത്തേത്, ഇതാണ് എൻ്റെ അവസാനത്തെ നമസ്കാരം എന്ന് ചിന്തിക്കുക. നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ തന്ന വലിയൊരു ഉപദേശമുണ്ട്. നീ വിട പറയുന്നവനെ പോലെ നമസ്കരിക്കുക. ഈ നമസ്കാരത്തിന് ശേഷം എനിക്ക് മരണമുണ്ടാകാം എന്ന് ചിന്തിച്ചാൽ ആ നമസ്കാരം ഏറ്റവും മനോഹരമാകും. ഇനി അഞ്ചാമത്തേത്, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകാതിരിക്കുക. സലാം വീട്ടിയ ഉടൻ ഫോൺ എടുക്കുകയോ എഴുന്നേറ്റ് പോകുകയോ ചെയ്യരുത്. കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇത് നമസ്കാരത്തിൻ്റെ ആ വലിയ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ നിലനിർത്താൻ സഹായിക്കും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത നമസ്കാരത്തിൽ ഒട്ടും ധൃതി കൂട്ടാതെ വളരെ ശാന്തമായി അർത്ഥം ആലോചിച്ചുകൊണ്ട് നമസ്കരിക്കുക. പ്രത്യേകിച്ച് സുജൂദിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അർപ്പിക്കുന്നതായിട്ടൊന്ന് മനസ്സിൽ കരുതുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ എല്ലാ ടെൻഷനുകളിൽ നിന്നും ഒളിച്ചോടാൻ നമുക്കുള്ള ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് നമസ്കാരം എന്നുള്ളത്. അത് ശരിയായ രീതിയിൽ ചെയ്യുക. ജീവിതം സമാധാനമുള്ളതാകും.
ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് ആത്മീയതയുടെ യഥാർത്ഥ രുചി കണ്ടെത്തുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 25ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.